ഹലോ, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു മോർണിംഗ് മിനി വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കിച്ചണിൽ വന്നപ്പോഴാണ് ഒരു പാത്രത്തിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലി വേവിക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിലും വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ഡലി തട്ടിലൊക്കെ ഒന്ന് എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഓരോ തവി മാവ് ഇഡ്ഡലി തട്ടിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രാത്രി അരച്ച് വെച്ചതായിരുന്നു കേട്ടോ, അരി ഉഴുന്നും കൂടെ ഇഡ്ഡലിക്കായിട്ട് അരച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി ഈ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ചിക്കൻ കുറുമയാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് അതിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ ഒരു ചിക്കൻ കുറുമ. അത് ഇഡ്ഡലി ആവുമ്പോൾ അന്ന് ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കണം, അതാണ് എനിക്കിഷ്ടം. അതിലേക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കറി, നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഏത് കറിയാണ് ഇഡ്ഡലിക്ക് കഴിക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുവരെ ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഇവിടെ ഒരു വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങൻ്റെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാലയും കൂടെ തൂവി കൊടുത്താൽ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മിനി വ്ളോഗ്. ഓക്കേ, ബായ്.